ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും കൈമാറ്റവും തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ നടന്നുവരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ പത്തനംതിട്ട ജില്ലയിൽ ഫെബ്രുവരി മുതൽ ഈ മാസം 20 വരെയുള്ള കണക്കനുസരിച്ച് രജിസ്റ്റർ ചെയ്തത് 345 കേസുകൾ. MDMA, കഞ്ചാവ് ഉൾപ്പെടെയുള്ളവയാണ് കണ്ടെത്തിയിട്ടുള്ളത്. 351 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6.97 ഗ്രാം MDMAയും 5 കിലോയിലധികം കഞ്ചാവും 350 കഞ്ചാവ് ബീഡികളും കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 17 പേരെ ജില്ലയിലെ വിവിധ റീഹാബിലിറ്റേഷൻ സെന്ററുകളിലായി പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 24 രാവിലെ 10:30 മുതൽ 12:30 വരെ ഇലന്തൂർ പെട്രാസ് കൺവെൻഷൻ സെന്ററിൽ ക്ഷണിക്കപ്പെട്ട 500ഓളം പേരുമായി കൂടിക്കാഴ്ച നടത്തും. കർഷകർ, തൊഴിലാളികൾ, സംരംഭകർ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവരുമായാണ് മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുക. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലയിൽ എന്റെ കേരളം പ്രദർശന വിപണന മേള അടുത്ത മാസം 16 മുതൽ 22 വരെ പത്തനംതിട്ട ഇടത്താവളത്തിൽ നടക്കും. സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെയും പദ്ധതികളുടെയും വിശദീകരണം മേളയിലുണ്ട്. സർക്കാർ വകുപ്പുകളുടെ തീം സ്റ്റാളുകളും വാണിജ്യ സ്റ്റാളുകളും മേളയിലുണ്ടാകും. മാത്രമല്ല, സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങൾക്കും ലഭ്യമാണ്. സാംസ്കാരിക പരിപാടികൾ, സെമിനാറുകൾ, പുസ്തക പ്രദർശനമേള തുടങ്ങിയവയും കുടുംബശ്രീയുടേതുൾപ്പെടെയുള്ള ഭക്ഷ്യ സ്റ്റാളുകളും മേളയുടെ ഭാഗമാകും. ഗുണനിലവാരത്തിനുള്ള ദേശീയ അംഗീകാരങ്ങളായ NQAS, ലക്ഷ്യ, മുസ്കാൻ എന്നീ അംഗീകാരങ്ങളോടെ ചരിത്ര നേട്ടം സ്വന്തമാക്കി അടൂർ ജനറൽ ആശുപത്രി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ 3 ദേശീയ അംഗീകാരങ്ങൾ ഒരു ആശുപത്രിക്ക് ഒരുമിച്ച് ലഭിക്കുന്നത്. NQAS 96.75% സ്കോറും, ലക്ഷ്യ വിഭാഗത്തിൽ മെറ്റേണിറ്റി ഓപ്പറേഷൻ തിയേറ്ററിന് 99.53% സ്കോറും, ലേബർ റൂമിന് 96.75%, മുസ്കാന് 93.38% സ്കോറും നേടിയാണ് അടൂർ ജനറൽ ആശുപത്രി ചരിത്ര നേട്ടം കൈവരിച്ചത്. സർവീസ് പ്രൊവിഷൻ, പേഷ്യന്റ് റൈറ്റ്സ്, ഇൻപുട്ട്, ക്ലിനിക്കൽ സർവീസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ, ക്വാളിറ്റി മാനേജ്മെന്റ്, ഔട്ട്കം എന്നീ വിഭാഗങ്ങളിലായി 70% മുകളിൽ സ്കോർ ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്, ലക്ഷ്യ, മുസ്കാൻ അംഗീകാരങ്ങൾ ലഭിക്കുന്നത്. ആരോഗ്യരംഗത്ത് മികച്ച സേവനങ്ങൾ നൽകി വരുന്ന അടൂർ ജനറൽ ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഓർത്തോപീഡിക്സ്, ജനറൽ OP, ENT, റെസ്പിറേറ്ററി മെഡിസിൻ, പീഡിയാട്രിക്, ഡെർമറ്റോളജി, ഗൈനക്കോളജി, അനസ്തേഷ്യോളജി, ഡെന്റൽ, ഓഫ്താൽമോളജി, സൈക്കാട്രി എന്നീ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ദിവസവും 1500 മുതൽ 1700 വരെ രോഗികളാണ് OPയിൽ ചികിത്സ തേടിയെത്തുന്നത്. 300 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ആശുപത്രിയിലുണ്ട്. ഇവിടുത്തെ ഡയാലിസിസ് യൂണിറ്റിൽ ദിവസവും 4 ഷിഫ്റ്റിൽ 45ഓളം പേർക്ക് ഡയാലിസിസ് നൽകുന്നുണ്ട്. കിടപ്പ് രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ 5 കിടക്കകളുള്ള പാലിയേറ്റീവ് കെയർ വാർഡും ഇവിടെയുണ്ട്. ലക്ഷ്യ നിലവാരമുള്ള ലേബർ റൂം സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ വീണ് മരിച്ച അഭിരാമിന്റെ സംസ്കാരം നടന്നു. കടമ്പനാട് വടക്ക് തോയ്പാട് അഭിരാം ഭവനിൽ അജിയുടെയും ശാരിയുടെയും ഏക മകനായിരുന്നു 4 വയസ്സുകാരനായ അഭിരാം. കോന്നി ആനക്കൂട്ടിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് SFO അടക്കം 5 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയാണ് ആനക്കൂട്ടിൽ കണ്ടെത്തിയത്. കോന്നി ആനക്കൂടിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വിനോദസഞ്ചാരിയായി എത്തിയ കുട്ടി അപകടത്തിൽ മരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച വേലിയുടെ കോൺക്രീറ്റ് തൂണാണ് അപകട കാരണമായത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.